എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ റീഡിംഗ് ആണ് ഇത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അപ്പൊ ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവില്ല. ഇത് ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണവർ എടുക്കാം കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇത് എല്ലാവരും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുമോ അപ്പൊ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള എനർജി വരുള്ളൂ. അപ്പൊ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊരു മെസ്സേജ് അയക്കണം. പേഴ്സണൽ റീഡിങ്ങിന് ഒരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? 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 കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി യൂണിവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സ് അപ്പോ നമുക്കിവിടെ കാർഡുകൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വന്നിരിക്കണത് ഫസ്റ്റ് വന്നിരിക്കണത് 3 of Cups ആണ് വന്നിരിക്കണത്. ഇതിൽ ഒരുപാട് പേരുടെ എനർജി ഉണ്ട് കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള എനർജി കിട്ടണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണം. ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് 3 of Cups ആണ് വന്നിരിക്കണത്. ഇതൊരു ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കാനായി, നിങ്ങൾക്ക് വിവാഹം വരാനായി, വിവാഹം നടക്കേണ്ട സമയമായി എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളില്ലാതിരുന്നവർക്ക് ഒരു കുട്ടിയുടെ ജനനം ഉണ്ടാവുക, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാവുക, അങ്ങനെ നിങ്ങളിലേക്ക് വിജയവും സന്തോഷവും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ റീയൂണിയൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പം നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുക, ലെസ് കോണ്ടാക്ട് ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ റീയൂണിയൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുമായിട്ടുള്ളൊരു സന്തോഷകരമായ പുനഃസമാഗമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വീണ്ടും നിങ്ങളെ ഒന്നിച്ചു ചേരും. നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ, ദൂരെയാണെങ്കിൽ, അപ്പൊ കാണാനും നിങ്ങളെ വിളിക്കാനൊക്കെ ഉള്ളൊരു സമയമായെന്നാണ് പറയണത് കേട്ടോ. കല്യാണത്തിനൊക്കെ സമയമായെന്നാണ് പറയണത്. പിന്നെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വളരെ സത്യസന്ധതയും സഹായിക്കാൻ മനസ്സുള്ള ഒരു ലേഡിയാണെന്നാണ് പറയുന്നത്. നല്ലൊരു മനസ്സുള്ളവരാണെന്നാണ് പറയുന്നത്. നല്ല സ്വഭാവമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല ശക്തി, നല്ല സ്ട്രോങ്, നല്ല പവർഫുൾ ആയിട്ടുള്ളവരാണെന്നാണ് പറയുന്നത് നിങ്ങളെ. പിന്നെന്താ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെ അതനുസരിച്ചിട്ടൊന്നും നിങ്ങൾ പ്രവർത്തിക്കില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. വളരെ ഊർജ്ജസ്വലമായ വ്യക്തികളാണെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന ആൾക്കാരാണെന്നാണ് പറയണത് നിങ്ങൾ കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട്. 8 ഓഫ് പെന്റക്കൽസ് എന്തെങ്കിലും പഠിക്കുന്നതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ കാർഡ്. എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യേ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഹാർഡ് വർക്ക് ചെയ്യണതിനുള്ള ഫലം ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഭാഗ്യം, നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഹോബി നിങ്ങളുടെ വരുമാനം ആയിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. വിജയിക്കുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുള്ള ആൾക്കാരാണ്. ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ചീറ്റിങ്ങിന്റെ കാർഡാണ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചന നിങ്ങൾക്ക് വഞ്ചന ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ആരെയും നിങ്ങളെ വഞ്ചിക്കാനായിട്ട് നിങ്ങൾ നയതന്ത്രവും വിവേകവും ഒക്കെ ഉപയോഗിച്ച് സാഹചര്യമൊക്കെ നിയന്ത്രിക്കണം. ആസൂത്രണം ചെയ്ത പോലെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആരെന്തൊക്കെയോ പുറകിൽ നിന്നിട്ട് എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് കേട്ടോ. ഒരു മറഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ പണി ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മറിഞ്ഞിരുന്നിട്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരോ ഉപദ്രവിക്കുന്നുണ്ട് പുറകിൽ ഇരുന്നിട്ട്. ബലപ്രയോഗത്തിൽ നിങ്ങളുടെ മനസ്സും ബുദ്ധിയൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. വഞ്ചന, നുണകൾ, തന്ത്രങ്ങൾ, മനസാക്ഷി ഇല്ലായ്മ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരൊക്കെ ചതിക്കാനോ വഞ്ചിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മാനസികാവസ്ഥ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക്. കളവ് പറയുക, നിങ്ങളോട് കളവ് പറയുക, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ്. നിങ്ങളിപ്പോ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളെ ചതിക്കും എന്നാണ് പറയണത്. നിങ്ങളൊരു ചീറ്റിങ് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളൊരു സമയമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഹാങ്ക്ഡ് മാൻ വന്നിട്ടുണ്ട്. ഹാങ്ക്ഡ് മാൻ എന്ന് പറയുമ്പോ ഒരിത്തിരി സമാധാനം കിട്ടാനാണ് ആഗ്രഹിക്കണത്.
അപ്പൊ കേട്ടോ, നിങ്ങൾക്ക് നിങ്ങൾ ലെറ്റ് ഗോ ആണ്, ലെറ്റ് ഗോ ചെയ്യാനാണ് പറയണത്. പിന്നെന്താ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളിന്ന് മാറി നിൽക്കുകയാണെന്നാണ് പറയണത്. നിങ്ങള് പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്നും തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. ലൈഫിലൊരു മാറ്റം ഉണ്ടാകാത്ത, ഇപ്പൊ ആകെ ഒരു എന്താ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പറയണത്. ഒരു മാറ്റങ്ങൾ ഉണ്ടാവാണ്ട് ആകെ സ്റ്റക്കായി നിൽക്കാണ്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ അങ്ങനെ ഒരു നിൽക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ നേർവഴിക്ക് നടത്താണ്ട് നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളെ ഏതെങ്കിലും ഏത് ദൈവത്തിനാണ് വിളിക്കുന്നത്, അവർ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ 7 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പം ഒരു ജോലി സ്ഥലത്തോ മറ്റേതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൊക്കെ അനുഭവപ്പെടുന്ന സമ്മർദ്ദം, നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആശയങ്ങൾക്കൊക്കെ മൂല്യം നൽകണം എന്നാണ് പറയുന്നത്. ഒരു തർക്ക വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ ഒരു അതിർവരമ്പ് വന്ന് നിങ്ങൾക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് വന്ന് നിങ്ങൾ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസിൽ ഇരിക്കണമെന്നാണ് പറയണത്. ഒരു ബൗണ്ടറി വന്നിരിക്കണോ നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അങ്ങനെയാണ് പറയണത് കേട്ടോ. പിന്നെ പിന്നെന്താ, നിങ്ങളുടെ ഇതിൽ ഒരു ട്രാവല് സൂചിപ്പിക്കുന്നുണ്ട്. കാലതാമസത്തിന് പോരാട്ടത്തിന് ശേഷമുള്ള പ്രവർത്തന കാലഘട്ടമാണ് പറയുന്നത്. ഒരു ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയത്തിലേക്കുള്ള സാധ്യതയാണ് പറയുന്നത്. നിങ്ങളെ തേടി ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് നടക്കാൻ പോകുന്നു. അപ്പൊ ഇത് കുറെ പേരുടെ എനർജീന്റെ, കുറച്ചു പേർക്കൊക്കെ കുഴപ്പമില്ല, കുറച്ചു പേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇപ്പൊ നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. നിങ്ങളെ വിളിക്കല്ലേ, നിങ്ങളെ കാണാൻ വരെ വിളിക്കേ, മെസ്സേജ് അയക്കേ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട്. അതെന്താണ്, നിങ്ങളിലേക്കൊരു അബണ്ടന്റ് വരണു എന്നാണ് പറയണത്. ഒരു ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റ്, ബിസിനസ്സിലൊക്കെ നല്ല ഗുണം ഉണ്ടാവും, നല്ല സമയമാണെന്നാണ് പറയണത്. നല്ല ഈശ്വരാധീനമുണ്ട്, എല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോണു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനാണോ നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതിന് നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോണോ എന്നാണ് പറഞ്ഞത്. ദൈവത്തോട് നീതിക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ദൈവത്തിന്റെ അടുത്താണോ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ ആ ഒരു ശക്തി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ദേവിയായിട്ട് ആയിരിക്കും പറയണത്. ഒരു ദേവീനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ദേവി നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്കൊരു പുതിയ ജീവിതം നേടുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയായിരുന്നു, ഇനി എവിടേക്കാണ് പോകുന്നതെന്നോ എന്ന സത്യത്തേക്ക് അഭിമുഖീകരിക്കുന്നു. ഇത് ജീവിതത്തിന്റെ ഒരു അധ്യായത്തിന്റെ അവസാനത്തെ, അപ്പൊ ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയം കഴിയണു. ഇനി നല്ലൊരു സമയം വരാൻ പോകുന്നു എന്നാണ് പറയണത്. മുൻകാലങ്ങൾ ചെയ്ത കർമ്മഫലമൊക്കെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ തന്നെ അനുഭവിക്കണം. അങ്ങനെ കുറെ കഷ്ടതകളൊക്കെ അനുഭവിച്ചു. ഇനി ഒരു നല്ലൊരു മാറ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയണത്. പഴയൊരു കാലഘട്ടം അവസാനിച്ചു. ഇനി നല്ലൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഉൾക്കാട്ട് ഇതെന്താ, ഒരു കുട്ടിത്വം നിറഞ്ഞൊരു ആൾക്കാരാണെന്നാണ് പറയണത്. എത്ര എഫർട്ട് എടുത്താലും നിങ്ങൾക്ക് ആ എടുക്കുന്ന എഫർട്ടിന് ഫലം കിട്ടും എന്നാ പറയണത്. നല്ല എഫർട്ട് എടുത്താൽ നല്ല ഫലം കിട്ടും, ചീത്ത എഫർട്ട് എടുത്താലേ ചീത്ത ഫലം. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയണത്. നിങ്ങളിപ്പം ഇനി സക്സസും ഹാപ്പിനെസ്സും ഗ്രോത്തും പ്രോഗ്രസ്സും ഇതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുമെന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങള്. ചെറിയ എഫർട്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും എന്നാണ് പറയണത്.
നിങ്ങ ഇതിൽ നിങ്ങള് സെൽഫ് ലവിലേക്ക് പോകുന്നു, സെൽഫ് ലവ് ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത വ്യക്തിയാണെന്നാണ്. പുറമെ നിന്ന് എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ നടക്കാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. ആരെയും അനുസരിക്കൊന്നുമില്ല. നിങ്ങളെ ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ പോകുന്നു. ബിസിനസ്സിലൊക്കെ നല്ലവണ്ണമൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ ആലോചിച്ച് ചെയ്യണം. ഒരു ചേഞ്ച് ആണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത്. പുതിയൊരു തുടക്കം വരുന്നു എന്നാണ് പറയണത്. പിന്നെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഗുണം തരാനാണ് പോണത്. നിങ്ങളിലേക്ക് സംതൃപ്തിയും സന്തോഷവും അങ്ങനെ എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ നന്മയും സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് വരുന്നതാണ് പറയണത്. നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറയണത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയണത്. നല്ല ഡീപ്പ് ലവ് ആണെന്നാണ് പറയണത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടും സ്നേഹിക്കുന്നു, അവരെങ്ങോട്ടും സ്നേഹിക്കുന്നു. അങ്ങനെ ഒരുപാട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഒരു അധികാരമുള്ള ഒരു വ്യക്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക പദവിയൊക്കെ ഉള്ള ഒരാളാണെന്നാണ് പറയുന്നത്. സർക്കാരുമായോ നിയമവുമായൊക്കെ സൈന്യവുമായ ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ജാഗ്രതയുള്ള ഒരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. വളരെയധികം ചിന്തിച്ചതിന് ശേഷമൊക്കെ പ്രവർത്തിക്കുള്ളൂ. നേതൃത്വം, തന്ത്രം, വൈദഗ്ധ്യം, ഈ മാറ്റങ്ങളൊക്കെ നവീകരിക്കാനുള്ള കഴിവ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഈ കാർഡ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. അത്ര ദയൊന്നുമില്ല, അങ്ങനെയുള്ളൊരു പേഴ്സണാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.